ഇന്നിപ്പോൾ ഇവിടെ വെറുതെ ഇരുന്നപ്പോൾ കുട്ടികൾക്കുള്ള ഒരു പലാസോ പാൻറ്റ് തയ്ച്ചാലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. അങ്ങനെ മെറ്റീരിയൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വാങ്ങി വെച്ചിട്ടുള്ള മെറ്റീരിയൽ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തപ്പിപ്പിടിച്ചതേ ഒരു കർട്ടൻ്റെ തുണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കർട്ടൻ്റെ തുണി ചെറിയൊരു ഡാമേജ് ഉണ്ട്. അപ്പോൾ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് മടക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് മെഷർമെൻറ്റുകൾ അടയാളപ്പെടുത്താം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വേസ്റ്റ് ബാൻഡിൻ്റെ മെഷർമെൻ്റ് ആട്ടോ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് ഇലാസ്റ്റിക് യൂസ് ചെയ്യുന്നതുകൊണ്ട് 3 ഇഞ്ചാണ് അതിൻ്റെ വിഡ്ത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ, വേസ്റ്റ് ബാൻഡിൻ്റെ. പിന്നെ അത് കഴിഞ്ഞു ഇതേ വേസ്റ്റ് ഞാൻ അടയാളപ്പെടുത്താണ്. അപ്പോൾ ഒരു 9 ഇഞ്ച് എടുത്തു. പിന്നെ താഴേക്ക് ഇനി ക്രോച്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. അത് ഏകദേശം ഒരു 10 ഇഞ്ച് എടുത്തു. 10 ഇഞ്ചാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസൊക്കെ കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്താം. പിന്നെ നമുക്ക് ജസ്റ്റ് ആ ക്രോച്ചിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ലൈൻ ഉണ്ടല്ലോ അതിനെ ഒന്ന് കൂട്ടി മുകളിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് വേണം നമുക്ക് കട്ട് ചെയ്ത് താഴേക്ക് പോകാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ താഴേക്ക് ഒരു 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഫോൾഡിങ്ങിനുള്ള ഏരിയയാണ്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് അടിയിലത്തെ ലൂസാണ്. അപ്പോൾ ഞാനതൊരു 8 ഇഞ്ച് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളാകുമ്പോൾ ഒരുപാട് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓടണ സമയത്തൊക്കെ തട്ടി തടഞ്ഞ് വീഴും. അപ്പോൾ ഇത്തിരി ലെങ്ത്തും കുറച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് കൂട്ടി അങ്ങ് വരച്ചു. അപ്പം നമ്മുടെ വരയൊക്കെ കഴിഞ്ഞു. ഇനി ആ വരയെക്കൂടെ നേരെ അങ്ങ് വെട്ടിയെടുക്കാം. പിന്നെ ഞാൻ ഇതിന് ലൈനിങ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ ആകെ പോയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് എനിക്കറിയില്ല എത്രത്തോളം ക്ലിയറായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ അതിനെ വിടർത്തിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ഈ 2 ഏരിയ ക്രോച്ചിൻ്റെ ഏരിയയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആ മാർക്കിങ് ഇട്ടിട്ടില്ലേ, അതിൽ കൂടെ ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ട്രിക്കായിട്ട് ഇതേപോലെ മറിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ടോ പാൻറ്റിൻ്റെ ഷേപ്പായില്ലേ. ഇനി നമുക്ക് വേസ്റ്റ് അടിക്കണം. അപ്പോൾ വേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. പിന്നെ ഒരു 1 ഇഞ്ചും കൂടി ഫോൾഡ് ചെയ്ത് അടിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ബാൻഡ് സെറ്റായി. പിന്നെ ക്രോച്ചിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ച് ഏകദേശം വിടത്തിൽ അങ്ങ് അടിച്ചു കൊടുക്കുക. പിന്നെ അടിയിൽ ഇതേമാതിരി മടക്കി അടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ പാൻറ്റിൻ്റെ പണികൾ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വേസ്റ്റ് ബാൻഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഹോൾ ഇട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് ഇലാസ്റ്റിക് ഇടണ്ടേ. അപ്പോൾ ഒരു 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുത്തേക്കുന്നത്. ആ ഇലാസ്റ്റിക് നല്ല രീതിയിൽ തന്നെ 2 സൈഡും സെക്വയർ ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് അവിടെ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, ആ ഗ്യാപ്പും കൂടി അങ്ങ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് എടുത്തേക്കുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് കുറവാണ് കേട്ടോ. പിന്നെ അതൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ പാൻറ്റ് റെഡിയായി. ഇനി നമുക്കിത് ഈ ഇലാസ്റ്റിക് ഒന്ന് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. നല്ല രീതിയിൽ അയൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാൻറ്റ് റെഡി. പിന്നെ ഇവിടെ ലെങ്ത്ത് ഞാൻ കുറച്ചെടുത്തതാട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഓടി കളിക്കുമ്പോൾ തട്ടിത്തടഞ്ഞ് വീഴും. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോല്ലേ.